ഹൈ റിസ്ക് ഗെയിം എന്നുള്ളത് നമുക്ക് മിസ്സായത് ഇതായിരുന്നു ശരിക്കും. അതായത് ശുഭ്മാൻ ഗിൽ ഇടക്ക് ഓപ്പണറായിട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ KGF-ഉം മറ്റ് സിനിമകളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്, അത് KGF-ൻ്റെ ഗ്രാഫ് എന്നുള്ളത് എപ്പോഴും ഉയർന്നിട്ട് തന്നെയാണ്. അതിൻ്റെ KGF 1 ആണെങ്കിലും KGF 2 ആണെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അത് ഡൗൺ ആകുന്നില്ല. ഒരു ഗ്രാഫിൻ്റെ മുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും. അങ്ങനെ മറ്റു സിനിമകളും KGF തമ്മിലുള്ള വ്യത്യാസം ഈ ഗ്രാഫിൻ്റെ പ്രശ്നമാണ്. ബാഹുബലി അല്ല ബാഹുബലിയിൽ പോലും ബാഹുബലിയിൽ ഇടയ്ക്ക് കുറേ സോങ് ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ഡൗൺ ആകുന്നുണ്ട്. അതായത് ഒരു സമാന്തര ലൈനിൽ പോകുന്നുണ്ട്. പക്ഷേ KGF ഒരു ഘട്ടത്തിൽ പോലും 1 ആണെങ്കിലും 2 ആണെങ്കിലും ആ ഗ്രാഫിൻ്റെ മുകളിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ശരിക്കും. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങുള്ള സമയത്ത്, സഞ്ജു 3 സെഞ്ചുറിയൊക്കെ അടിച്ച സമയത്ത് നമ്മുടെ ഗ്രാഫ് ഇതേ ഹൈ റിസ്ക് പരിപാടിയായിരുന്നു. അതായത് എല്ലാം ഗ്രാഫ് മുകളിലുള്ള ഒരു KGF സ്റ്റൈൽ ഓപ്പണിംഗ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത് നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ഓപ്പണിംഗിലേക്ക് മാറുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് റിങ്കു സിംഗിന് ഉപയോഗിക്കാൻ കഴിയും. റിങ്കുവിന്റെ കേസ് എന്നുള്ളത്, റിങ്കുവിന്റെ ഈ ഒരു ഇന്നിങ്സ് എന്നുള്ളത് തീർച്ചയായിട്ടും അജിത് അഗാർക്കറിന്റെ മുഖത്തേറ്റ് ഒരു അടി തന്നെയാണ്. കാരണം അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും കൂടി പല സമയത്തും ഇദ്ദേഹത്തെ അവഗണിച്ചിട്ടുണ്ട്. അത് ഫിനിഷ് കൃത്യമാണ്. കാരണം ഞാൻ പറയാം, ഗൗതം ഗംഭീർ കോച്ചായ സമയത്ത്, ഗൗതം ഗംഭീർ കോച്ചാകുന്ന കൊൽക്കത്തയുടെ മെൻഡറായിരുന്ന സമയത്ത്, അതിൻ്റെ തൊട്ട് മുമ്പത്തെ സീസൺ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ റിങ്കു സിംഗ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ സീസണും അതിന് മുമ്പത്തെ സീസണും IPL മികച്ച ഫോമിൽ കളിച്ചിരുന്നൊരു സമയമാണ്. 400 മുകളിൽ റൺസൊക്കെ നേടിക്കൊണ്ട് ഏറ്റവും മികച്ച ഫിനിഷർ എന്ന ലൈനിൽ നിന്നൊരു സമയമുണ്ടായിരുന്നു. ഒരു ഓവറിൽ യാഷ് ദയാലിൻ്റെ ഒരു ഓവറിൽ 5 6 ഒക്കെ അടിച്ചു നമ്മുടെ ഓർമ്മകളിലുണ്ട്. അതിനുശേഷം ഗൗതം ഗംഭീർ കൊൽക്കത്തയുടെ മെൻഡറായി വന്ന സമയത്ത് റിങ്കുവിന് ഒരുപാട് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. റിങ്കുവിന് ഫിനിഷ് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് ബാറ്റിംഗ് പൊസിഷൻ കിട്ടുന്നില്ല. പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് വളരെ വൈകി ഇറക്കുന്നു. ആ രീതിയിൽ ഗൗതം ഗംഭീർ മെൻഡറായി വന്ന സമയത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ തന്നെ ഒരുപാട് അവഗണന റിങ്കു സിംഗിന് നേടേണ്ടി വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക്, ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി വരുന്നു, അജിത് അഗാർക്കർ ഇന്ത്യയുടെ മുഖ്യ സെലക്ടർ ആവുന്നു. ആ സമയത്ത് റിങ്കു ടീമിലുണ്ടാവും, പക്ഷേ പല സമയത്തും അദ്ദേഹത്തിന് ഒരിക്കലും പ്ലേയിങ് 11-ൽ അവസരം കിട്ടിയിരുന്നില്ല. അർഷദീപിനും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അർഷദീപും അതായത് ഗൗതം ഗംഭീറിന് പ്രിയപ്പെട്ട പലരും ഉണ്ട്, ഹർഷിത് റാണയെ പോലുള്ള കളിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ റിങ്കു എന്ന ഫിനിഷറെ ഭയങ്കരമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിങ്കുവിനെ അങ്ങ് ഡൗൺ ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ അജിത് അഗാർക്കർ പിന്നെ ഈ ഗൗതം ഗംഭീർ എറയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം, 20 പന്തിൽ 44 എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ സിക്സറും അജിത് അഗാർക്കറുടെ മുഖത്തേറ്റ അടി തന്നെയാണെന്നാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെയുള്ളത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ വിജയം, ഇപ്പം നമ്മൾ ഇതിലൊരു അപകടം കൂടിയുണ്ട്. അഭിഷേക് ശർമ്മയിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യ വിഷയമാണ്. കാരണം അഭിഷേക് കളിച്ചോളും, അഭിഷേക് ഒരു ഭാഗം തകർത്തോളും, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ 200-ന് മുകളിൽ സ്കോർ നേടും. അങ്ങനെ ഒരു ചിന്താഗതി മൊത്തത്തിൽ ഈ T20 ടീമിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അഭിഷേക് പെട്ടെന്ന് ഔട്ടാവുന്ന കളികളിൽ ഇന്ത്യയുടെ സ്കോറും വല്ലാതെ ഡൗൺ ആവുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്.